ഞാൻ സൈഡിൽ കണ്ടില്ലേ ബുദ്ധനുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഓവറോൾ റൂമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൂമിൻ്റെ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സ്പെഷ്യൽ ഫീലും അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡായിട്ട് ഓരോ ദിവസം കടന്നു പോകുന്നതിന് സഹായിക്കുന്ന കുറേ മാജിക്കൽ കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ റൂമിലെ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി നിങ്ങൾ പരിചയപ്പെടുത്താം. മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റാൻഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്കിങ്ങനെ പല രീതിയിൽ നമുക്ക് ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോൺ നമുക്ക് വെക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് താഴൊന്നുമല്ല. ഇത് അത്യാവശ്യം 100 രൂപയ്ക്ക് അകത്തുള്ളതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഒരു മുയൽ ചെവിയുടെ രൂപത്തിലൊക്കെയാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ മൊബൈൽ സ്റ്റാൻഡ്, കുഞ്ഞ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സ്റ്റാൻഡിനകത്ത് വെക്കുന്നതിനേക്കാളും കംഫർട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റായിട്ട് നമുക്ക് ഇതിൽ വെച്ച് ക്ലാസ് എടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പോലും അവർക്കും ഇത് ഭയങ്കര രസമായിരിക്കും. നമ്മൾ ഏതെങ്കിലും സ്റ്റാൻഡിൻ്റെ മണ്ടയിൽ വെക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അഴിച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും ഈ ഓൺലൈനായിട്ടൊക്കെ മേടിക്കുന്ന ഇതുപോലുള്ള ഒരു ഹോൾഡർ. ഇത് നമുക്ക് ഇതുപോലെ ഫോണൊക്കെ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ വെക്കാനും അതിൻ്റെ അടിഭാഗത്തുകൂടി ഒരു ഹോളുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചാർജർ ഇപ്പോൾ ചാർജ് ചെയ്യുന്നിടത്ത് സൈഡിലായിട്ട് ഇതിൻ്റെ ബാക്കിൽ 2 സ്റ്റിക്കറുണ്ട്. പക്ഷേ ഈ സ്റ്റിക്കർ വലിയ ഉപയോഗമൊന്നുമില്ല. നമ്മളിവിടെ ആണി അടിച്ച് തന്നെ വെക്കണം. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്തൂടി ഇങ്ങനെ ഒരു ഹോളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചാർജർ ഇതിനകത്തൂടി എടുത്ത് ചാർജ് ചെയ്ത് ഇങ്ങനെ സേഫായിട്ട് ഫോൺ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഒരു 150 രൂപയ്ക്കകത്ത്, ഒരു 70-90 രൂപ തൊട്ട് ഒരു 150 രൂപയ്ക്കകത്ത് രീതിയിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പോകുന്നത്. ഞാൻ പ്രോഡക്റ്റ് എല്ലാം ഞാൻ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് കോംബോ ആയിട്ടാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു 4 എണ്ണമാണ് ഒരു സെറ്റായിട്ട് വരുന്നത്. 120 രൂപയായിരുന്നു ഞാൻ മേടിച്ച സമയത്ത്. അപ്പോൾ ഇതാണ് അടുത്തൊരു സംഭവം. അടുത്തത് സെയിലോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലേ. സെയിലോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ